Hello everyone, on the next വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് സെലക്ട് എല്ലാ ഇൻഡെക്സസിൻ്റെ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഇവിടെ ഷെയർ അനാലിസിസ് ഉള്ളൂ. നമ്മൾ ലേണിംഗ് പർപ്പസ് ആണ്, ലേൺ ചെയ്യാതാണ് നമ്മുടെ കോൺസെപ്റ്റ്, റൈറ്റ്? സോ നമ്മളെ അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റി ചാർട്ട് തന്നെയാണ്. നിഫ്റ്റി ചാർട്ടിൽ ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോർണിംഗ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ പോലെ. ഓക്കെ, എന്തെങ്കിലും സഡൻ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. ബട്ട് നമ്മുടെ ഡിസ്കഷൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഉണ്ടായ ഒരു ഡിസ്കഷനാണ്, പ്രൈസ് ഇപ്പോൾ ഒന്നും സസ്റ്റൈനബിൾ ആയിട്ടില്ല. 22,610 അബവ് പ്രൈസ് പോയാൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ, അതർവൈസ് അത് ഒരു ഡിപ്പ് തന്നെ തരും. ആൻഡ് ദെൻ ബാക്കി എന്തെങ്കിലും ഉള്ളൂ. പ്രൈസിൽ ആക്ച്വലി വലിയൊരു പവർ ഒന്ന് കാണുന്നില്ല. ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞായിരുന്നു ക്ലോസിങ് വീക്കാണ്. ഈ റെഡ് ക്യാൻഡിൽ ബില്ലിനാണ് ലാസ്റ്റ് ക്ലോസിങ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക് ക്ലോസിങ് ആയിരുന്നു. ബട്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഐ തിങ്ക് ഓപ്പൺ ഇസിക്വൽ ടു ലോ ആണ് ഇപ്പോൾ ചാർട്ട് കാണിക്കുന്നത്. ഓപ്പൺ ഇസിക്വൽ ടു ലോ ഇന്നത്തെ. സോ ഗ്രീൻ ക്യാൻഡിൽ ഹെൽത്തിയാണ്. യെസ്, ഓക്കെ എന്ന് പറയാം. ബട്ട് അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല. ഡെയിലി ടൈം ഫ്രെയിം ഓക്കെ എന്ന് പറയാം. ബട്ട് കാരണം വെച്ചാൽ യെസ്റ്റർഡേ ക്ലോസിങ്ങിനെക്കാളും ബെറ്ററാണ് ഇന്ന് ക്ലോസിങ് കിട്ടിയേക്കിന്. ഹെൽത്തി ഗ്രീൻ ക്യാൻഡിലാണ്. ഗ്രീൻ ക്ലോസിങ് 100 points അപ്പാണ് എന്ന് പറയാം. ബട്ട് 1 hour ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ഒരു കൺഫ്യൂസിങ് തന്നെ. സോ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മുടെ ഒരു റൂൾ അത് തന്നെ, ഫസ്റ്റ് വേവ് ആൻഡ് സെക്കൻഡ് വേവിൻ്റെ കൺസൾട്ടേഷനാണ് നടക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ ഗ്യാപ്പ് അപ്പ് ഉണ്ട്. 22,680 അബവ് തന്നെ ഗ്യാപ്പ് അപ്പ്. ആ തേർഡ് വേവിൻ്റെ റൂളാണ്. ദറ്റ് മീൻസ് നല്ല ഒരു പവർഫുൾ ഗ്യാപ്പ് അപ്പ് കിട്ടുവാണെങ്കിൽ മാത്രമേ. ബട്ട് ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ബട്ട് മേ ബി എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്തെങ്കിലും ന്യൂസ് വന്നാൽ, സോ ഗ്യാപ്പ് അപ്പ് അങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ 22,678 അബവ് നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടണം. എന്നിട്ടേ തേർഡ് വേവിലേക്ക് എൻ്റർ ആവും ആൻഡ് ഫർദർ അപ്പ് സൈഡ് മൂവ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി ഫർദർ കാര്യം സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്ന് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉള്ളത് പറയുള്ളൂ. കാണുന്നില്ല ഒന്നും. എനിക്ക് 2-3 ദിവസമായിട്ട് ലാസ്റ്റ് 3-4 days ആയിട്ട് ഇവർ ഇതിനകത്ത് തന്നെ കൺസൾട്ടേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതിനകത്തൊന്നും പറയാനില്ല. ബട്ട് യെസ്, ഈ ട്രയാങ്കിൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോമായി. ഇത് ഓക്കെ. സോ ഞാൻ അനാലിസിസ് ഇന്ന് പെട്ടെന്ന് തീർക്കാം. കാരണം വെച്ചാൽ ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് പറയാനുള്ളത്. റെസിസ്റ്റൻസ് ഇത് ഇന്നത്തെ ഡേ ഹൈ ആൻഡ് ലാസ്റ്റ് ഡേ ഹൈ 22,580, 22,610 അബവ്. ഇൻ കേസ് ഇൻട്രഡേയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഫർദർ ബുൾഷിനെസ് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഇതുവരെ എവിടെയെങ്കിലും പോകുമെന്ന് പറയാം. ബട്ട് ഇൻട്രഡേ പർപ്പസിൽ ശരിക്കും ഇതൊന്നും ഇവർ ക്രോസ് ചെയ്യാറില്ല. 22,680 70 മീൻസ് ഈ ഫസ്റ്റ് വേവിൻ്റെ ഹൈ അങ്ങനെ ക്രോസ് ചെയ്യുക. അത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് തന്നെയാണ് അത് ബ്രേക്ക് ആവണം ഫോർ ഹെൽത്തി ആൻഡ് ജെന്യുവൻ തേർഡ് വേവിൻ്റെ റാലി. ഓക്കെ, സോ നാളെ ഓപ്പണിംഗ് ശരി പോസിറ്റീവ് ഓർ ഫ്ലാറ്റ് അങ്ങനെ എന്തെങ്കിലും കാണാം. ഹ്യൂജ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് തന്നെ എനിക്ക് വേണം. അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും ട്രാപ്പ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരും. ഓക്കെ, സോ ഇനി ബാക്കി ഇനി സ്മോൾ ടൈം ഫ്രെയിം വേണമെങ്കിൽ ഇതൊരു സപ്പോർട്ടാണ് 22,440. ഇത് ബ്രേക്ക് ആയ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും ഈ ട്രയാങ്കിളിൻ്റെ ഈ താഴെ വരെ. ഓക്കെ, ഇത് ബ്രേക്ക് ആവണം. പ്രൈസ് മുകളിലേക്ക് പോയാൽ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കും. ഓക്കെ, വേറെ ഇതിനകത്ത് എനിക്കൊന്നും കാണുന്നില്ല. പിന്നെ സ്മോൾ ടൈം ഫ്രെയിം വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തേക്കാം. സഡൻ 1 minute ചാർട്ടിൽ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ 1 minute ചാർട്ടിൽ ഒന്നുമില്ല. മോർണിംഗിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. യെസ്, 1 minute ഈ റാലി അങ്ങനെ പോയി. മുകളിൽ പോയത് തന്നെ ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യാം. 22,610 അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ബുള്ളിഷ് ഉള്ളൂ. ബട്ട് ഞാൻ റെസിസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്കറിയാം അത് പോകാനുള്ള ചാൻസസ് ഇല്ല, വളരെ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയത് താഴേക്ക്. ഓക്കെ, റെസിസ്റ്റൻസ് എടുത്തു, പ്രൈസ് ഇവിടെ താഴേക്ക് സ്ട്രക്ചർ താഴേക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് വേവ് ഫസ്റ്റാണ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അങ്ങനെ തന്നെ അവർ തീർത്തു. കൺഫ്യൂഷൻ ക്ലിയർ ഇല്ല പിക്ചർ. എനിക്ക് പറയാനുള്ളത് തന്നെ പിക്ചർ ഫുൾ കൺസൾട്ടേഷനാണ്. ഇത് ഫുൾ കൺസൾട്ടേഷനാണ്, ഒന്നും ക്ലിയർ അല്ല. അത്രേ ഉള്ളൂ. എനിക്ക് ക്ലിയർ ആണെങ്കിൽ ഞാൻ ഉള്ളത് പറയും. ബട്ട് എനിക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ, സോ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ 22,310 ഓരോ ട്രയാങ്കിളിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഇത്ര വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ പണിയായി പോകും. പിന്നെ ആ സ്ട്രക്ചർ മൊത്തം വീണ്ടും കൊളാവും എന്ന് വെച്ചാൽ പിന്നെ വീക്ക്നെസ്സിലേക്ക് പോകും. പിന്നെ ചിലപ്പോൾ സ്ലോലി താഴേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, സോ മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ട്രെൻഡ് ചേഞ്ച് ആവാനുള്ളത് ഇത് കണ്ട റെഡ് ലൈൻ റെസിസ്റ്റൻസ് ഇതിൻ്റെ അബവ് പോയി കഴിഞ്ഞാൽ
എന്താവും മേജർ ട്രെൻഡ് പിന്നെ ബുള്ളിഷിലേക്ക് മാറും. ആൻഡ് ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ മേജർ വീക്ക്നെസ്സിലേക്ക് ചിലപ്പോൾ പോകാനുള്ള ചാൻസസ് ഉണ്ട്. 22,100 ആൻഡ് ഫോർദർ ഡൗൺ സൈഡ് ചിലപ്പോൾ കിട്ടും. ഓക്കെ, വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഇന്ന് പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇതാണ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു ചാനൽ ടൈപ്പാണ്. ചാനൽ എക്സാക്റ്റ് അവിടെ തന്നെ ക്ലോസിങ് ആയി ആൻഡ് ദെൻ ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് വീണ്ടും പ്രൈസ് അവിടെ സ്റ്റക്കാക്കി. ഒന്നും പറയാനില്ല, മൊത്തം സ്റ്റക്കാക്കലാണ് ഇപ്പോൾ പരിപാടി. അതാണ് ഇനി ഇവരുടെ ഒരു. സോ നമുക്ക് ഇനി കൗണ്ട് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 and 5. യെസ്, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം, ഇതും ഡിലീറ്റ് ചെയ്യാം. ഐ തിങ്ക് മറ്റേ 5th വേവിൻ്റെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. 5 മൂവ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഫർദർ കുറച്ച് ഡൗൺ സൈഡ് കിട്ടണം താഴേക്ക്. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആക്കിയാൽ പിന്നെ താഴേക്ക് വീണ്ടും ലെവൽസ് പറയാൻ തുടങ്ങും കേട്ടോ. സോ ഫസ്റ്റ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അതിൻ്റെ ബാക്കി മുകളിലത്തെ റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും സപ്പോർട്ട് താഴത്തെ. പിന്നെ ഇതിൻ്റെ ബിലോ വീക്ക്നെസ് തുടങ്ങും 48,010. ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ആ ഡൗൺ സൈഡ് ഇവിടുത്തെ ഈ ക്യാൻഡലിൻ്റെ ലോ, ദാറ്റ് മീൻസ് 47,850 വരെ ആൻഡ് ദെൻ 48,000 ആൻഡ് ദെൻ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഇപ്പോൾ കുറച്ചുകൂടി ശരിക്കും ABC സ്ട്രക്ചർ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇത് B ഇനി C ഇതിൻ്റെ അബവ് വരേണ്ടതാണ്. ബട്ട് പ്രൈസിൽ കൺഫർമേഷൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കൊന്ന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സോ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഗുഡ്. ഈ ലോഡ് സപ്പോർട്ട്, ദാറ്റ് മീൻസ് ഈ താഴെ നിന്ന് വരെ സപ്പോർട്ട് ലൈൻ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഗുഡാണ് ഫോർ ഫർദർ അപ്പ് സൈഡ്. ഇത് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ താഴേക്ക് വന്നാൽ പിന്നെ സ്ലോലി വീണ്ടും താഴേക്ക് തന്നെ കൊളാപ്സ് ആകും എന്ന് പറയാം. പിന്നെ അനുസരിച്ച് നമുക്കൊന്നും കിട്ടത്തില്ല. ആസ് ഓപ്ഷൻ ബയർ നമുക്കൊന്നും കിട്ടില്ല. സെലർ സൈഡ് നോക്കി ഓക്കെ, ആസ് ഓപ്ഷൻ സെല്ലർ നമുക്ക് എന്ത് വേണമെങ്കിൽ കിട്ടും, ഇല്ല എന്നല്ല. ആസ് ഓപ്ഷൻ ബയർ നോക്കുള്ളൂ. മോസ്റ്റ്ലി നമ്മുടെ ചാനലിൽ, എൻ്റെ ചാനലിൽ ഞാനും നമ്മളെല്ലാവരും കൂടി ഓപ്ഷൻ ബയേഴ്സാണ്. സോ ഓപ്ഷൻ ബയർ നമുക്കൊന്നും കിട്ടത്തില്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ കേസ് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്യും. വേഗം നമുക്ക് സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് മൊത്തം സൈഡ് വേസ് ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രൈസ് സസ്റ്റെയിൻ ആവുന്നില്ല ഇതിൻ്റെ അബവ്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് സെൻസെക്സിൽ പറയാനുള്ളത് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ അത് നിങ്ങൾ വരച്ച് വെച്ചേക്കണം, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ചെയ്ത്. ഓക്കെ, സോ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും സെൻസെക്സിൽ, ശ്രദ്ധിക്കണം. ബാക്കി ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. സോ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പിന്നെ താഴത്തെ സപ്പോർട്ട് ലെവൽസ് ആക്റ്റീവ് ആകും. ഓക്കെ, ഓർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ കൊള്ളാം, നല്ലതായിരിക്കും. കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇതിൻ്റെ കൺസൾട്ടേഷൻ, ഈ ട്രാങ്കിളുടെ കൺസൾട്ടേഷൻ, ട്രാങ്കിൾ ഏതാണ് പെർഫെക്റ്റ്ലി വരച്ച് കാണിച്ചാൽ കുറച്ചുകൂടി ചിക്കാക്കി തരാം, അപ്പോൾ ക്ലിയർ ആവും. കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഗുഡ്. അപ്പോൾ നമുക്ക് അപ്സൈഡ് നമ്മുടെ ടാർഗറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഈ ഗ്യാപ്പ് അപ്സൈഡ് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അതുകൂടി ബ്രേക്ക് ഔട്ട് ആയാൽ ഞാൻ എത്ര മാക്സിമം എത്ര 1 ഡേയിൽ എത്രയല്ലേ പോകാവൂ. യെസ്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. അത് കൺസൾട്ടേഷൻ നടക്കുന്നു, ഒന്നുമില്ല ഇതിനകത്തൊന്നും കാണുന്നില്ല എനിക്ക് കേട്ടോ. റെസിസ്റ്റൻസ് വേണമെങ്കിൽ പറഞ്ഞു തരണം. ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനകത്ത് ഒരു ചാർട്ടിൽ ഒന്നും ക്ലിയറിറ്റി ഇല്ല, ഒന്നും ക്ലിയർ പിക്ചർ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ശരിക്കും ഞാൻ കൂടുതൽ അനാലിസിസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഈ ട്രാങ്കിൾ ഉണ്ട്. ട്രാങ്കിൾ ശരിക്കും സെക്കൻഡ് വേവിൽ ട്രാങ്കിൾ വരാൻ പാടില്ല. അവർ വർത്തിയേക്കനെ നമുക്കൊന്നും ചെയ്യാനില്ല. ട്രാങ്കിൾ നമ്മുടെ ശരിക്കും നമ്മൾ എലിയറ്റ് വേവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാങ്കിൾ 4th വേവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു സെക്കൻഡ് വേവിൽ ട്രാങ്കിൾ വേവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്താ പറയാനാണ്, എന്തായാലും കൺസൾട്ടേഷൻ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നോക്കാം എങ്ങനെയാണ് ഇനി ഇപ്പോഴത്തെ. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. സീ യു.